നമസ്കാരം, റുപ്പി മങ്കാണ്. നിങ്ങളുടെ ഫിനാൻഷ്യൽ സംബന്ധമായിട്ടുള്ള സംശയങ്ങൾക്ക് ചെറിയ വീഡിയോകളിലൂടെ സംശയ നിവാരണം നടത്തുന്ന ഒരു യൂട്യൂബ് ചാനലാണ് റുപ്പി മങ്ക്. അപ്പോൾ ഫിനാൻഷ്യൽ സംബന്ധമായിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റുപ്പി മങ്ക് ചാനലിനെ സമീപിക്കാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നതിനായിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്നത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിൽപ്പത്രം അത് എന്തിനുപയോഗിക്കുന്നു, എങ്ങനെ ഒരു വിൽപ്പത്രം തയ്യാറാക്കാം എന്നുള്ളതാണ്. നമ്മൾ സമ്പത്ത് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്, പക്ഷേ സമ്പത്ത് നമ്മളുടെ മരണശേഷം അത് കൃത്യമായിട്ട് എങ്ങനെ നമ്മളുടെ അനന്തരാവകാശികൾക്ക് എത്തിക്കണം എന്നുള്ളതിനെപ്പറ്റി കുറേ ആളുകൾ ബോധവാന്മാരല്ല. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ വിൽപ്പത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ മരണശേഷം നമ്മളുടെ സമ്പത്ത് എങ്ങനെ വീതിക്കപ്പെടണം എന്ന് നമുക്ക് വ്യക്തമാക്കാനുള്ളൊരു രേഖയാണ് ഈ വിൽപ്പത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് നമ്മളുടെ അനന്തരാവകാശികൾ പലരും ഉണ്ട് എന്നുണ്ടെങ്കിലും അത് നമ്മളുടെ ഇഷ്ടാനുസരണം നമുക്കതിന് പരിഗണന നൽകാം. വിൽപ്പത്രത്തിനാണ് എപ്പോഴും മുൻഗണന ഉണ്ടാവുക. ഒരു കേസോ കോടതി വ്യവഹാരം ഒക്കെ വന്നു കഴിഞ്ഞാൽ വിൽപ്പത്രത്തിനാണ് എപ്പോഴും മുൻഗണന ഉണ്ടാവുക. അപ്പോൾ ഈ വിൽപ്പത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭാവിയിലെ വീതം വെപ്പ് നടക്കുമ്പോൾ നമുക്ക് നിയമക്കുരുക്കുകളോ തർക്കങ്ങളൊന്നും ഇല്ലാതെ നമ്മളുടെ സമ്പത്ത് വീതം വെച്ചെടുക്കാനായിട്ട് സാധിക്കും. അതേസമയം വിൽപ്പത്രം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നിയമപരമായിട്ടുള്ള പിന്തുടർച്ചാവകാശം സ്ഥാപിച്ചെടുക്കണം. അതിനുശേഷം അതിൽ പറയുന്ന രീതിയിൽ നമ്മൾ ഓരോ സമ്പത്ത് മാറ്റപ്പെടും. അതായത് ഇപ്പോൾ നമുക്ക് ഒരാൾക്ക് കുറച്ച് കൂടുതൽ സമ്പത്ത് നമുക്ക് കൈമാറണം എന്നുണ്ടെങ്കിൽ നമുക്ക് വിൽപ്പത്രം കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഇതൊരു സമയമെടുക്കുന്ന നിയമക്കുരുക്കുകളൊക്കെ ഒഴിവാക്കാനായിട്ടുള്ള ഒരു നല്ല ഉപാധിയാണ് വിൽപ്പത്രം തയ്യാറാക്കുക എന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നോമിനി എന്താണെന്ന്. നോമിനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൽപ്പത്രത്തിലെ അവകാശികൾക്ക് ഈ സമ്പത്ത് കൈമാറുന്ന ഒരു ഏജൻറ്റ് മാത്രമാണ് നോമിനി. അതായത് നോമിനിക്ക് നമ്മളുടെ പണത്തിൽ നേരിട്ട് അവകാശമൊന്നുമില്ല, പക്ഷേ നമ്മളുടെ അവകാശികൾക്ക് കൈമാറും. പക്ഷേ നോമിനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും എല്ലാ കേസിലും നമ്മൾ വിൽപ്പത്രത്തിൽ നമ്മളുടെ ബെനിഫിഷ്യറി ആയിട്ടുള്ള ആളുകൾ തന്നെയായിരിക്കും. നോമിനിയെ പറ്റി നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഇതിൽ അവസാനം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാം. ഇതാണ് ഒരു സാമ്പിൾ വില്ല്. ഒരു ഇന്ത്യയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വില്ലിൻ്റെ ഫോർമാറ്റാണ്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും മേളിലായിട്ട് കാണാം ഇത് ആരാണ് ഇത് എഴുതുന്നത് എന്നുള്ളത് കാണാം. അതുപോലെ അയാളുടെ സമ്പത്ത് എന്തൊക്കെയാണെന്നുള്ളത് കാണാം. അതുപോലെ അത് ആർക്കൊക്കെയാണ് വീതം വയ്ക്കുന്നതെന്ന് കാണാം. പിന്നെ അവസാനത്തെ സെക്ഷനിൽ അയാൾ സൈൻ ചെയ്യും. അത് സൈൻ ചെയ്തതിന് ശേഷം മറ്റ് രണ്ട് സാക്ഷികൾ സൈൻ ചെയ്യും. രണ്ടോ അതിലധികമോ സാക്ഷികൾക്ക് സൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഒരു സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ഒരു നിയമവിദഗ്ധൻ്റെ സഹായത്തോടു കൂടിയൊക്കെ വിൽപ്പത്രം നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. അത് എഴുതിയാവാം, ടൈപ്പ് ചെയ്താവാം, പ്രിൻ്റ് ചെയ്തൊക്കെ ഏത് രീതിയിലായാലും വിൽപ്പത്രം നമുക്ക് തയ്യാറാക്കാം. വിൽപ്പത്രത്തിൽ എഴുതുന്ന കാര്യങ്ങൾ കൃത്യമായിരിക്കണം, വ്യക്തമായിരിക്കണം, പരസ്പരം ആശയക്കുഴപ്പമുണ്ടാകുന്നതാവരുത്. മുൻപ് പറഞ്ഞ പോലെ 2 സാക്ഷികൾ വേണം, മിനിമം 2 സാക്ഷികൾ വേണം. ഡോക്ടറും അഡ്വക്കേറ്റും ആവുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മളുടെ വീടോ അല്ലെങ്കിൽ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ളവരിൽ നിന്ന് പുറമെയുള്ളവർക്കാണ് എപ്പോഴും പരിഗണന കൊടുക്കേണ്ടത്. ഇത് രജിസ്റ്റർ ചെയ്ത് സൂക്ഷിക്കാം, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാതെയും സൂക്ഷിക്കാം. രണ്ടും ആയാലും വിൽപ്പത്രത്തിന് ഒരേ വാലിഡിറ്റി തന്നെയാണ്. പക്ഷേ രജിസ്റ്റർ ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പകർപ്പ് രജിസ്റ്റർ ഓഫീസിലുണ്ടാവും. അപ്പോൾ അത് കുറച്ചുകൂടെ സേഫായിട്ടുള്ള ഒരു കോപ്പി എപ്പോഴും രജിസ്റ്റർ ഓഫീസിലുണ്ടാവും. ഈ വിൽപ്പത്രത്തിൽ മാറ്റം വരുത്താനായിട്ട് അങ്ങനെയുള്ള രജിസ്റ്റർ ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുന്ന വിൽപ്പത്രത്തിൽ മാറ്റം വരുത്താനായിട്ട് ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് പഴയ ബില്ല് ക്യാൻസൽ ചെയ്ത് പുതിയത് ചെയ്യേണ്ടി വരും. നമുക്ക് രജിസ്റ്റർ ഓഫീസിലല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് അത് സൂക്ഷിക്കാനായിട്ട് നല്ല സൂക്ഷ്മതയോ നല്ല കടലാസിലോ ഒക്കെ നല്ല ക്ലിയറായിട്ട് ഇത് ചെയ്ത് നമുക്ക് സൂക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ ഒന്നിലധികം ബില്ലുകൾ എഴുതാൻ നേരത്തെ പറഞ്ഞല്ലോ. അതായത് ഒരു ബില്ലിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ പുതിയ ബില്ല് എഴുതാം. പക്ഷേ ഏറ്റവും അവസാനം എഴുതിയതിന് മാത്രമേ പ്രാബല്യം ഉണ്ടാവുള്ളൂ. ഏത് സമയത്തും മാറ്റം വരുത്തുന്നതുകൊണ്ട് മുൻപുള്ള ബില്ലുകൾ ക്യാൻസൽ ചെയ്തു എന്നുള്ളത് പുതിയ ബില്ലിൽ നമ്മൾ കൃത്യമായിട്ട് എഴുതണം. അല്ലെങ്കിൽ ഇത് രണ്ടും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ ആസ്തികൾ വാങ്ങിയാലാണ് സാധാരണ പുതിയ ബില്ലുകൾ എഴുതുക. അപ്പോൾ പഴയ ബില്ലുകളുടെ ഡീറ്റെയിൽസ് ക്യാൻസൽ ചെയ്തു എന്നുള്ളത് ക്ലിയറായിട്ട് പുതിയ ബില്ലിൽ എഴുതണം. എപ്പോഴും ബില്ല് എഴുതുമ്പോൾ പൈസയായിട്ട് അതിൻ്റെ അവകാശം നമ്മൾ എഴുതാതിരിക്കുന്നതാണ് നല്ലത്. അതായത് ഇപ്പോൾ 1,00,000 രൂപ വിലയുള്ള സാധനത്തിന് അടുത്ത കൊല്ലം 1,00,000 ആയിരിക്കണം അല്ല വില, അല്ലെങ്കിൽ 1,00,000-ന് ഇതായിരിക്കില്ല വാല്യൂ അല്ലേ. അപ്പോൾ എപ്പോഴും സമ്പത്തിൻ്റെ ഒരു ശതമാനക്കണക്കിൽ എഴുതുകയായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ വില്ലും നോമിനേഷനും എതിരാവരുത്. അതായത് നമ്മൾ വിൽപ്പത്രത്തിൽ നമ്മുടെ ബെനിഫിഷ്യറി ആയിട്ടുള്ള ആൾക്കാർ തന്നെയായിരിക്കും നോമിനേഷൻ ആവുന്നതാണ് ഈ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ എപ്പോഴും നല്ലത്.
പിന്നെ അവസാനമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബലം പ്രയോഗിച്ചോ ദുസ്വാധീനം വഴിയോ ഒന്നും വില്ല് എഴുതി കഴിഞ്ഞാൽ അത് അസാധുവാക്കാനുള്ള നിയമം 61 വകുപ്പ് പ്രകാരം അത് അസാധുവാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം നിങ്ങൾക്ക് ഈ വിൽപത്രത്തിനെ പറ്റിയുള്ള ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് വരുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റുപ്പി മങ്ങിനെ കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് റുപ്പി മങ്ങിൻ്റെ ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ റുപ്പി ബാങ്കിൻ്റെ മെയിൽ അഡ്രസ്സിലോ അയക്കാം. അപ്പം ഫിനാൻഷ്യൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പുതിയതായിട്ട് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻ്റായിട്ട് എഴുതിയ നമുക്ക് ആ വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ റുപ്പി ബാങ്കിൻ്റെ തുടർന്നുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത തവണ കാണുന്നവർ നന്ദി, നമസ്കാരം.